ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായിരിക്കുന്നത്. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന പ്രതിപക്ഷ ആരോപണത്തിലേക്ക് അന്വേഷണം കടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഉന്നതരുമായുള്ള തന്റെ ബന്ധങ്ങളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കായി ഉപയോഗപ്പെടുത്തിയതെന്നായിരുന്നു ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. ഈ മൊഴി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഒടുവിൽ പത്മകുമാറിന്റെ അറസ്റ്റിലെത്തി നിൽക്കുന്നത്. അന്വേഷണം ഇനി അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് നീളുമോ എന്നതാണ് ചോദ്യം. മന്ത്രി അറിയാതെ സ്വർണ്ണമോഷണം നടക്കില്ലെന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ഇനി SIT ചോദ്യം ചെയ്യേണ്ടത് പഴയ ദേവസ്വം മന്ത്രിയാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ ദൈനംദിന കാര്യങ്ങളിൽ മന്ത്രി എന്ന നിലയിൽ ഇടപെട്ടിട്ടില്ലെന്നാണ് കടകംപള്ളി ആവർത്തിക്കുന്നത്. അതൊരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനമാണ്. ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ ദേവസ്വം ബോർഡിൻ്റേത് മാത്രമാണ്. അതിനപ്പുറമുള്ള യാതൊരു കാര്യവും അതിനില്ല. മന്ത്രിക്ക് അതിനകത്ത് യാതൊരു റോളുമില്ല. CPM-നെ പ്രതിരോധത്തിലാക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ എന്ന പേരാകും വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം പ്രധാന ആയുധമാക്കുക. പത്മകുമാറിൽ അന്വേഷണം അവസാനിക്കുമെന്നാണ് CPM-ന്റെ പ്രതീക്ഷ. എന്നാൽ അതിനപ്പുറത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നാൽ പത്മകുമാറിന്റെ അറസ്റ്റിൽ ആടിയുലഞ്ഞു നിൽക്കുന്ന CPM-ന് അത് കനത്ത പ്രഹരമാകും. മീഡിയ 1 തിരുവനന്തപുരം.